ഞാനിപ്പോൾ ഈ കയറി ചെല്ലുന്നത് 1600 വർഷം പഴക്കമുള്ള മദീനയിലെ ഒരു കിണറിൻ്റെ അടുത്തേക്കാണ്. ഇന്ന് ഈ ലോകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു കിണറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്ന കിണറാണ്. ഈ കിണർ കാണുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിനല്ലാതെ മറ്റൊന്നും ഓർമ്മ വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബീർ ഖർസ് എന്നാണ് ഈ ഒരു കിണറിൻ്റെ പേര്. ഈ ഒരു കിണറിനെ കുറിച്ച് മാത്രമാണ് അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ കിണർ എന്നുള്ളൊരു പരാമർശം നടത്തിയതെന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ കുളിപ്പിക്കാൻ വെള്ളമെടുത്ത ഒരു കിണർ കൂടിയാണ് റസൂലുള്ളാഹി വസിയ്യത്തായിരുന്നു എന്നെ കുളിപ്പിക്കാൻ ഈ ഒരു കിണറ്റിൽ നിന്ന് 7 കുടം വെള്ളം എടുക്കണമെന്നുള്ളത്. ഒരുപക്ഷെ സംസം കിണർ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കുടിച്ച വെള്ളവും ഒരുപക്ഷെ ഇതായിരിക്കണം. കാരണം അവിടുത്തെ വേലക്കാരനായിരുന്ന റബാഹ് അസ്വദ് എന്ന് പറയുന്ന സഹാബി പറയുന്നുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ വെള്ളം ചോദിക്കാലും ഒന്നുകിൽ ഈ ബീർ ഖർസിൽ നിന്നുള്ള വെള്ളം കൊടുക്കും, അല്ലെങ്കിൽ സുഖിയ എന്ന് പറയുന്ന മറ്റൊരു കിണറ്റിൽ നിന്നുള്ള വെള്ളം. ഈ 2 കിണറ്റിൽ നിന്നുള്ള വെള്ളം മാറി മാറിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കൊടുക്കുമായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ആതിഥേയനായിരുന്ന സഅദ് ഇബ്നു ഖൈസമ റളിയല്ലാഹു അൻഹു വല്യപ്പയായിരുന്നു മാലിക് ഇബ്നു നുഹാത്ത് എന്നവരാണ്